നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സമ്മതിച്ചോ? സമ്മതിച്ചു. വാക്ക് വാക്ക്. എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം മുറ പോലെ നടക്കട്ടെ. ഇവിടെ വെച്ച് ഇപ്പൊ എന്റെ മകളുടെ ചോറൂണ് നടക്കണം. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ കാർത്തിക് കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുക്കണം. എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ രാജലക്ഷ്മി. വാ. എന്തായി തീരുമാനം? കുട്ടിക്ക് ചോറ് കൊടുക്കാൻ തീരുമാനമായി തിരുമേനി. നല്ല കാര്യം. ഒരു കാര്യം കൂടി, അന്നപൂർണേശ്വരിയുടെ തിരുനടയിൽ വെച്ച് ഒരു കുഞ്ഞിന് അന്നം കൊടുക്കുമ്പോ പ്രാർത്ഥനയോടെ നിൽക്കണം. ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളൊക്കെയുണ്ട്, അത് ലംഘിച്ചാൽ എന്റെ വിധം മാറും. ഉപനയനം കഴിഞ്ഞ് പൂടൂലിട്ടിരിക്കുന്നതേ ദൈവത്തിന് പൂജ ചെയ്യാൻ തന്നെയാണ്. പൂജാരികളെല്ലാം മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതരുത്. ഇരുന്നിട്ട് കുഞ്ഞിനെ വാങ്ങി മടിയിലിരുത്തി ചോറ് കൊടുക്കുക. മീനാക്ഷി ഇരിക്കെ. ഇതെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? മീനാക്ഷി എന്റെ ഭാര്യയാണ്. ഭാര്യ വേറെ, കുഞ്ഞിന്റെ അമ്മ വേറെ. കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ അമ്മയാ കൂടെ ഇരിക്കേണ്ടത്, അല്ലാതെ കണ്ടവളുമാരല്ല. അതൊന്നും നടക്കില്ല. നീ ഒന്ന് എന്റെ അടുത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കില് ചോറൂണ് നടക്കില്ല. ചോറൂണെന്നല്ല, ഒരു കാര്യവും നടക്കില്ല. കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോകും. നീ രണ്ടും കൽപ്പിച്ചാണല്ലടി നിന്നെ ഞാൻ. പോലീസിന് ഇടപെടേണ്ടി വരും. നന്ദിനി വേണ്ട, എടുത്ത് സഹിച്ചേ പറ്റൂ. മോളെ മീനാക്ഷി, മോള് മാറിക്കൊടുക്ക. പ്രസവിച്ചതിന്റെ പേരില് അവളാണല്ലോ അമ്മ, അവള് തന്നെ ഇരിക്കട്ടെ. ഇവളൊന്നും എന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല. അവളെ ഇരിക്കൂ. നീ ഇരുന്നോ. തിരുനടയ്ക്ക് നേരെയാ നീ ഇപ്പോ. ആ ശ്രീകോവിലിനകത്തൊരു സാക്ഷിയുണ്ട്, അസുര ജന്മങ്ങളെ മുച്ചൂട് മുടിച്ച സാക്ഷാൽ ദുർഗാദേവി. കരുതി വച്ചിട്ടുണ്ട് നിനക്കും, കാത്തിരുന്നു വാങ്ങിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.